നമസ്കാരം. നമസ്കാരം. നമ്മുടെ FCRA അമെൻമെൻറ്റ് ബില്ല് വലിയ ചർച്ചയായിരിക്കുകയാണ്. കേരളത്തിൽ പിണറായി വിജയൻ, KC വേണുഗോപാൽ, മുള്ളു മുരുക്ക് മൂർഖൻ പാമ്പ് എല്ലാം പൊത്തിന്ന് പുറത്ത് ചാടിയിട്ടുണ്ട്. ബിഷപ്പുമാർക്ക് വേണ്ടി BJP എന്തോ വലിയ ഒരു കൊടുമ, അതായത് 2019 പാതകം, കൊടും പാതകം ചെയ്യാൻ പോകുന്നു. SIRന് ശേഷം അതിനു മുമ്പ് 2019 നമ്മുടെ CAA സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, അതിനുശേഷം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ പച്ചയ്ക്ക് തിന്നാൻ മോഡി സർക്കാർ പുതിയൊരു ബില്ലുമായിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് പ്രചാരണം. എന്താണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം? എന്താണ് ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ ഒരു കാലയളവിലാണ് ഈ ബില്ലുമായിട്ട് BJP വന്നിരിക്കുന്നത്. എന്താണ് ആ BJP ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതും കൂടി നമുക്കൊന്ന് ഈ കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എൻ്റെ ഏതാണ്ടങ്ങ് മൂർധന്യാവസ്ഥയിലെത്തി എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിന് FCA വഴി അവർ സംഭരിക്കുന്ന FCA വഴി സംഭരിക്കുന്ന അരി, ഗോതമ്പ് ഇതൊക്കെ എടുത്തു വയ്ക്കാതിരിക്കാൻ പറ്റും. ഇലക്ഷനാണ്, അതുകൊണ്ട് ഇതൊന്നും പാടില്ല, ഇതൊന്നും എടുക്കാൻ പാടില്ല, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, ചട്ടലംഘനമാണ്, അതിനൊരു നിരോധനം, അങ്ങനെ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഇലക്ഷനാണ്. രാജ്യത്തേക്ക്, കേരളത്തിലേക്ക്, തമിഴ്നാട്ടിലേക്ക്, പ്രത്യേകിച്ച് ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് ഇവിടെയൊന്നും അനധികൃതമായി പണം വരാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പോലീസ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ മറ്റേ ചെക്കിങ് വാഹനം, എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്. എന്തിനാണ്? ചാക്ക് കണക്കിന് പണം, അല്ലെങ്കിൽ ഹവാല പണം, ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ പണം ഏതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പണം കൊണ്ടുപോകുന്നുണ്ടോ, അങ്ങനെ കുഴൽപ്പണം പിടിച്ചിട്ടുണ്ട്. അല്ലേ? ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ പണം പിടിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു മാനമാണ്, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് കേന്ദ്ര സർക്കാർ അത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ആലോചിച്ചതല്ല. ഈ ഭേദഗതി നേരത്തെ, അല്ലേ, 2025 തന്നെ ഇത് കൊണ്ടുവരാൻ പേപ്പറായതാണ്. അതായത് അതിൽ ഇപ്പം നമ്മുടെ കേരളത്തിലെ ബിഷപ്പുമാർക്കാണ് ഏറ്റവും കൂടുതൽ വേദന. ഇത് ഹിന്ദുക്കളെ ബാധിക്കുന്നതാണ്, ക്രൈസ്തവരെ ബാധിക്കുന്നതാണ്, മുസ്ലിങ്ങളെ ബാധിക്കുന്നവരാണ്, പാഴ്സികളെ ബാധിക്കുന്നതാണ്. ഏത് ട്രസ്റ്റ് ഈ പറയുന്ന NGO ഉണ്ടോ, ഹരേ കൃഷ്ണ, അവരെയും ബാധിക്കും. അവർക്കെല്ലാം, അതായത് സുതാര്യവും സത്യസന്ധവുമായിട്ട് കണക്കുകൾ കൈകാര്യം ചെയ്താൽ കുഴപ്പമില്ല. അതെ. അല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടത്താൻ ശ്രമിച്ചാൽ, ഈ പണം ഉപയോഗിച്ച് വിധ്വംസക പ്രവർത്തനങ്ങൾ, മതം മാറ്റം, അതുപോലെ മറ്റ് ഈ പറഞ്ഞതുപോലെ ഈ ഭൂമി വാങ്ങിക്കൂട്ടുക, ഇങ്ങനെയൊക്കെയുള്ള കുൽസിത പ്രവൃത്തികൾ എന്ത് ചെയ്താലും അതിനൊക്കെ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. അതായത് 50% ഒരു NGO ഇത്തരത്തിൽ വിദേശ ധനസഹായം കൊണ്ട് വരുന്ന ധനസഹായത്തിന്റെ 50% അവർക്ക് ഓഫീസ് എക്സ്പെൻഡിച്ചർ ചെലവാക്കാൻ, അവരുടെ ഓർഗനൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട് ചെലവഴിക്കാം. ഇത് 20% അതുപോലെ തന്നെ ആധാർ നിർബന്ധമാക്കി. അതെ, അല്ലേ? അതായത് അതിനകത്തൊരു കളി കൂടിയുണ്ട്. ഈ ആധാർ നിർബന്ധമാക്കുമ്പോൾ ഈ ആധാറിൻ്റെ നമ്പർ ഉപയോഗിച്ച് നമ്മുടെ ഫോൺ നമ്പരും ബാങ്ക് അക്കൗണ്ടും ആധാറും എല്ലാം ഇപ്പോൾ ലിങ്ക്ഡാണ്. അതുകൊണ്ട് തന്നെ ആധാർ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ സാധനങ്ങളും പിടിക്കുക, എവിടെ, എങ്ങനെ, എത്ര ട്രാൻസാക്ഷൻ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഇൻഷുറൻസിൻ്റെ ഒരു അപേക്ഷ ഫില്ല് ചെയ്തപ്പോൾ ഓഫീസിൽ അവരോട് ചോദിച്ചു, ഇതിൽ എൻ്റെ അച്ഛൻ്റെ അമ്മ, അച്ഛൻ മരണപ്പെട്ടു പോയി, അപ്പോൾ ഇവിടെയൊക്കെ പേര് വെക്കേണ്ടി ചോദിച്ചു. അപ്പോൾ അവരോട് ചിരിച്ചിട്ട് പറഞ്ഞു, അതിനല്ലേ സാറിൻ്റെ ആധാർ വെച്ചിരിക്കുന്നത്, അതിലെല്ലാം ഉണ്ടല്ലോ. സാറിൻ്റെ ആധാറിൽ ആരാണോ അച്ഛൻ അതായിരിക്കും നിയമപരമായ അച്ഛൻ, ആരാണ് അമ്മ അതായിരിക്കും, ആരാണ് സ്പൗസ് അവരായിരിക്കും നിയമപരമായിട്ട്. അതിൽ ഈ ആധാറിൽ, ഒരു വ്യക്തിയുടെ ആധാറിൽ വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ മണ്ഡലങ്ങളുമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ തുക. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ന്യൂഡൽഹി സെൻട്രൽ ബ്രാഞ്ചിൽ മാത്രമേ ഈ FCRA. വളരെ ശരിയാണ്. അത് 2016 മോദി സർക്കാർ ഈ നോട്ട് നിരോധനമൊക്കെയായി ബന്ധപ്പെട്ട് നിരവധി സാമ്പത്തിക പരിഷ്കരണ നടപടികൾ നടന്നിരുന്നു. നമ്മൾ പുറമേ അധികം ചർച്ച ചെയ്യാത്ത, അല്ലെങ്കിൽ സാധാരണക്കാരറിയാത്ത, ഉയർന്ന ഈ സാമ്പത്തിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രം അറിയുന്ന നിരവധി, പ്രത്യേകിച്ചും ബാങ്കിങ് മേഖലയിലൊക്കെ നിരവധി പരിഷ്കരണ നടപടികൾ നടന്നിരുന്നു. അതിലൊന്നാണ് ഈ FCRA, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്ട് അനുസരിച്ച് വരുന്ന വിദേശ പണം ന്യൂഡൽഹിയിലെ SBIയുടെ മെയിൻ ബ്രാഞ്ച് വഴി മാത്രമേ, ആ ഒരു ശാഖയിലൂടെ മാത്രമേ ഈ പണം നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതൊരു ആധാർ രജിസ്റ്റർ ചെയ്ത് വേണം അക്കൗണ്ട് തുടങ്ങാൻ. അതെ, അവിടെ വളരെ കൃത്യമായിട്ട് ഈ NGOകളെല്ലാം ഏതാണ്ട് 10-38,000 NGOകൾ ഉണ്ടെന്നാണ് പറയണേ.
ഇതിൽ രാജേഷ് ജി പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ NGOs മാത്രമല്ല, ഹിന്ദുക്കളുടേതുണ്ട്, മുസ്ലിങ്ങളുടേതുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി ഓർമ്മ വന്നത്. നമ്മൾ ഡൽഹിയിൽ ഇപ്പോൾ ചെങ്കോട്ടയ്ക്ക് സമീപം ചാന്ദിനി ചൗക്കിൽ ഒരു സ്ഫോടനം നടന്നല്ലോ കഴിഞ്ഞ വർഷം. ഒരു ഉമർ നബി എന്ന് പറയുന്ന ഒരു MBBS ഡോക്ടറാണ് വന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹരിയാനയിലെ ഫരീദാബാദിൽ റെയ്ഡ് നടത്തി അവിടെയും ഡോക്ടേഴ്സ് 3 ഡോക്ടർമാരാണ് പിടിയിലായത്, ഒരു വനിതാ ഡോക്ടർ അടക്കം. അവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ, ജലാറ്റിനും ഇതൊന്നുമല്ല, അതിനേക്കാൾ വലിയ അമോണിയം നൈട്രേറ്റാണ് പിടികൂടിയത്. അപ്പോൾ അവരെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം, അതിൽ ഈ ഉമർ നബി ചാവേറായിരുന്നു, അയാൾ മരിച്ചു. പിന്നെ ബാക്കിയുള്ളവരെ ചോദ്യം ചെയ്ത് വിശദമായിട്ട്, അത് നമ്മുടെ കാശ്മീരിലെ ഒരു സൂപ്രണ്ടൻറ്റൻ്റ് ഓഫ് പോലീസിന് തോന്നിയ ഒരു സംശയമാണ് ഈ ഒരു അറസ്റ്റിനൊക്കെ വഴിവെച്ചത്. ഇല്ലെങ്കിൽ ഡൽഹിയിൽ വലിയ സ്ഫോടനം 2008 മുംബൈ ആക്രമണം പോലെ വലിയ രീതിയിൽ ഡൽഹിയിൽ ഒരു ആക്രമണം നടക്കുമായിരുന്നു. അതിനെ നമുക്ക് ഫലപ്രദമായിട്ട് തടയാൻ കഴിഞ്ഞു. വേറെ ഘട്ടത്തിൽ ഈ ചാവേറുകൾ പ്ലാൻഡ് അല്ലായിരുന്നു. അവർക്ക് ഇതെങ്ങനെ ഡിപ്ലോയ് ചെയ്യണം, ഈ സമയം നിശ്ചയിച്ചില്ല, അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകളിലായിരുന്നു. അതിന് കാരണം എന്താണ് എൻ്റെ അർത്ഥം? അവർക്ക് പാകിസ്ഥാനിൽ നിന്നും വെൽ ട്രെയിനിങ് കിട്ടിയിട്ടില്ല. മറ്റത് ഇന്ത്യയിലേക്ക് വരുന്നൊരു ചാവേർ വ്യക്തമായി അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ പോയി അവിടെ പോയി ട്രെയിനിങ് എടുത്ത് അവൻ എന്തൊക്കെ ചെയ്യണം, എപ്പോൾ മരിക്കണം എന്ന് വരെ അവന്റെ കൃത്യമായിട്ട് പക്ഷേ ഇവിടെ അതൊന്നും നടന്നില്ല. എന്തായാലും അത് നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞു പറയുന്നത്, അന്ന് ഈ ഡോക്ടർമാർ അവരൊരു NGO രൂപീകരിച്ചിരുന്നു, ഒരു ഈ പിന്നെ ഇതുപോലുള്ള സഹായങ്ങൾക്ക് വേണ്ടി. അതുപോലെ അവർ സേവനമനുഷ്ഠിച്ചിരുന്നത് അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി സർവകലാശാല. ഏതാണ്ട് 400 കോടി രൂപ അവർ ക്രമക്കേട് സാമ്പത്തിക അത് കണ്ടെത്തി. അതിൻ്റെ ആ യൂണിവേഴ്സിറ്റിയുടെ ആ അൽ ഫലാഹ് ട്രസ്റ്റിൻ്റെ ചെയർമാൻ ഇപ്പോൾ അകത്താണ്, ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, UAPA ചുമത്തി. അത് അന്വേഷിച്ച് പോയപ്പോൾ ഇവർക്ക് കിട്ടിയത് 600 കോടി രൂപയാണ് ആ ട്രസ്റ്റിന് തുർക്കിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരിലാണ്, ഏതിൻ്റെ പേരിൽ? ഈ ട്രസ്റ്റുകൾക്ക് FCRA, അതായത് വിദേശ ഫണ്ട്, ഇവിടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി തുർക്കിയിൽ നിന്ന് ഭൂകമ്പമുണ്ടായ സമയത്ത് ആഹാരം കഴിക്കാൻ ഗതിയില്ലാത്ത തുർക്കിക്ക് നമ്മുടെ പൈസ എടുത്ത് നമ്മുടെ ഖജനാവിലെ പണം എടുത്ത് നമ്മുടെ നികുതി പണത്തിന്റെ ഓഹരി എടുത്ത് അവരെ തീറ്റിപ്പോറ്റിയ നമ്മളോട് 10 കോടി രൂപ തുർക്കി ചെയ്ത പണി. അല്ല, 10 കോടി രൂപ കൊടുക്കാൻ ഓടിയത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷെ അത് നടന്നില്ല. അവിടെ ചെന്ന് ഹൈക്കമ്മീഷനിൽ പൈസ കൊടുക്കാൻ ശ്രമിച്ചു. അതിനെന്തോ തടസ്സം വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കി. തുർക്കി എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ തുർക്കി അത്ര നിസ്സാരമായി കാണണ്ട. തുർക്കി ഇന്നിപ്പോൾ ഈ പശ്ചിമേഷ്യയിലെ ഇറാനൊപ്പം നിൽക്കുന്ന ഒരു വലിയ, അല്ലെങ്കിൽ ഈ പാലസ്തീൻ തുടങ്ങി പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ രീതിയിൽ സാമ്പത്തിക സഹായവും ആയുധങ്ങളും നൽകുന്ന, പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൊടുത്ത, ഡ്രോണുകൾ കൊടുത്തത്, പക്ഷെ ഒന്നുപോലും പ്രയോജനപ്പെട്ടു. നമ്മുടെ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് തുർക്കിയിൽ നിന്ന് ഒരു വിമാനം നിറയെ ഡ്രോണുകളും മിസൈലുകളും ആ ഡ്രോണുകളാണ് നമ്മുടെ ജമ്മുവിലും പഞ്ചാബിലും അതിർത്തി വഴി വന്നതും നമ്മൾ അതിർത്തിയിൽ നമ്മുടെ നശിപ്പിച്ചു സംവിധാനങ്ങളെല്ലാം തകർത്തതും. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല. ആ തുർക്കിയിൽ നിന്നാണ് ഈ 600 കോടി രൂപ വന്നിരിക്കുന്നത്. ഇത് ചെറിയ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഈ 2025 തന്നെ ഇങ്ങനൊരു നിയമം അതിന് രൂപം നൽകി. ഇതിപ്പോൾ ഇവിടെ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് കൊണ്ടുവന്നേ, ഇത് ക്രിസ്ത്യൻ സഭകളെ പൂട്ടാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്ത്യൻ സഭയായാലും മുസ്ലിം ചാരിറ്റബിൾ ട്രസ്റ്റ് ആയാലും ഹിന്ദു റിലീജിയസ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ട്രസ്റ്റുകളാണെങ്കിലും ശരി, ഏതാണെങ്കിലും ശരി, രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചാൽ അത് തടയും, അവരെ പൂട്ടും. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. ഇതിപ്പോൾ അമൃതാനന്ദമയി മഠത്തിന് ഈ FCRA ഉണ്ട്, മുസ്ലിം ട്രസ്റ്റുകൾ നിരവധി. ഇപ്പോൾ എൻ്റെ അതിൻ്റെ പേരുകളൊക്കെ ഉണ്ട്. ഹിന്ദു NGOകൾക്കാണ് എണ്ണം കുറവ്, ക്രിസ്ത്യൻ മുസ്ലിം എണ്ണം കൂടുതലാണ്. ക്രിസ്ത്യൻ സഭകളുടെ ചാരിറ്റബിൾ ട്രസ്റ്റുകളുണ്ട്. അതായത് FCRA വിദേശ പണം വാങ്ങാൻ അനുമതിയുള്ള ട്രസ്റ്റുകൾ. എല്ലാ ട്രസ്റ്റുകൾക്കും അനുമതിയില്ല, പക്ഷെ അങ്ങനെ ഉള്ളവർ ധാരാളമുണ്ട്. അപ്പോൾ ഇവരെ ഇനിയിപ്പോൾ ഈ 2025 ഈ നിയമത്തെ ആലോചിച്ച് ഇപ്പോൾ ബില്ല് കൊണ്ടുവന്നു. ഈ ബില്ലിപ്പോൾ പാസ്സായെന്നിരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇത് രാജേഷ് ജി പറഞ്ഞു, 2 സഭകളിലും ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് BJPക്ക് ഇത് പാസ്സാക്കാം. പക്ഷെ പാസ്സായാൽ ഉടനെ ഇത് നാളെ തന്നെ ഇതങ്ങ് നിയമമാകുമോ? അല്ല, ഇതിന് ചട്ടങ്ങൾ രൂപീകരിക്കണം,
വകുപ്പുകൾ ഉണ്ടാക്കണം, അല്ലെ കുറേ പണിയുണ്ട്. ഇനി ഉദ്യോഗസ്ഥ തലത്തിൽ ഈ ബില്ലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിയമനിർമ്മാണം ഈ വകുപ്പുകളും ചട്ടങ്ങളും ഉണ്ടാക്കണം. അത് നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വേണം. അല്ലാതെ ഇത് ചുമ്മാ വന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന് അങ്ങോട്ട് മറ്റേ മാർത്തോമാ സഭയുടെ ആ ട്രസ്റ്റ് അത് പൂട്ടിക്കോ, അമൃതാനന്ദമയി മഠം പൂട്ടിക്കോ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ഒന്നും ഒരു സർക്കാരിനും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ വ്യാജ പ്രചാരണം നടത്തുകയാണ് കേരളം. വേവലാതിയാണ്. കാരണം എന്നറിയോ, ഈ ഒരു സംവിധാനം വരുമ്പോഴത്തേക്കും ഇനി ഈ ഒരിക്കൽ പൂച്ച ചൂടുവെള്ളത്തിൽ വീണാൽ പിന്നെ പച്ചവെള്ളം കണ്ടാലും പൂച്ച ഒന്ന് പിടിക്കും. അതേപോലെ ഈ ബിഷപ്പുമാരെന്ന് കാരണം CPM അടക്കമുള്ള സംഘടനകൾ ബിഷപ്പുമാരെ എടുത്ത് പൊക്കി പറഞ്ഞാണ് ഈ വിഷയം ഉന്നയിക്കുന്നത്. അപ്പോൾ അവരാകെ പേടിച്ചിരിക്കുന്നത്. കാരണം ഇനി പണം വരില്ല. കാരണം പുതിയ ഭേദഗതി പ്രകാരം ഒരു NGOയ്ക്ക് കിട്ടിയ വിദേശ ഫണ്ട് മറ്റൊരു NGOയ്ക്ക് കൈമാറാൻ പാടില്ല. അല്ല, ഒരുപാട് നമ്മൾ ആ നിയമത്തിന്റെ സാങ്കേതികത്വത്തിലേക്ക് പോയാൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. അത് അതുപോലെ ഒരു കാര്യം, എന്തിനാണ് ഈ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ, അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രി ആയാലും അല്ലെങ്കിൽ ACC അധ്യക്ഷനായാലും ആരായാലും കേരളത്തിലൊരു ക്രൈസ്തവ സംഘടനയുടെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ തിടുക്കപ്പെട്ട് മറ്റൊരു സംസ്ഥാനത്തും പോയില്ലെങ്കിലും ഇവിടെ തിടുക്കപ്പെട്ട് വരുന്നത് എന്തിനാണ്? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ LMS പള്ളി കോമ്പൗണ്ടിൽ ഒരു ഓഡിറ്റോറിയം ഉദ്ഘാടനത്തിനാണ് സോണിയാഗാന്ധി വരുന്നത്. ACC അധ്യക്ഷ സോണിയാഗാന്ധി അന്ന് വന്നപ്പോൾ സോണിയാഗാന്ധി വന്നിറങ്ങി മാധ്യമങ്ങളെല്ലാം അവിടെ ഉണ്ട്. ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ കോഴിക്കൂടിന് പൊക്കം വെച്ചാൽ എങ്ങനെ ഇരിക്കും? ഒരു കോഴിക്കൂട്, അത് നമ്മൾ താഴെ നിന്ന് മേലേക്ക് നോക്കുമ്പോൾ ഒരു കോഴിക്കൂടിൻ്റെ മേൽക്കൂര കാണാം. അത്തരം വെറും ഒരു ഷെഡ്, ഒരു വലിയ ഷെഡ്, വലിയൊരു ഹാള്, ഒരു സംവിധാനമില്ല, ഫാനില്ല, AC ഇല്ല, 4 ചുവര്, മേളിൽ ഷീറ്റ്, തകര ഷീറ്റ്. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ശ്രീമതി സോണിയാഗാന്ധിയോട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തിനായിരിക്കും അത് ഇവരൊക്കെ തമ്മിൽ ഒരു അന്തർധാര. അതും ഒരു തെരഞ്ഞെടുപ്പ് സമയമാണ്. എന്നാൽ മാത്രമേ ഈ NGO വഴി കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. എന്തൊക്കെ നടത്താനുണ്ടെങ്കിൽ ഇവർ വഴി നടത്താൻ പറ്റും. അതാണ് ഞാൻ അതിന്റെ ബില്ലിന്റെ സാങ്കേതികത്വത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മുടെ വിഷയം തെരഞ്ഞെടുപ്പാണല്ലോ. നമ്മളത് പറഞ്ഞ കാര്യമില്ല. കാരണം അറിയോ, ഇത് ജനത്തിന്റെ തെറ്റിദ്ധാരണ മാറ്റി വന്നത്. ജനത്തിന് ഈ ഭേദഗതിക്ക് പിന്നെ അവർ അറിയും. കാരണം നമ്മുടെ സാധാരണ ജനം ഈ NGO ഫണ്ട് വിദേശത്ത് നിന്ന് ഒരു രൂപ പോലും നമ്മുടെ ജനത്തിന് കിട്ടുന്നില്ല. ശമ്പളമല്ലാതെ ക്രിസ്ത്യാനിക്കും കിട്ടില്ല, മുസ്ലിമിനും കിട്ടില്ല, ഹിന്ദുവിനും അല്ലെ നമ്മുടെ കിട്ടുന്നത് ഇതുപോലുള്ള വിധ്വംസ പ്രവർത്തനങ്ങൾ നമ്മുടെ വീട്ടിലെ വാഴക്കുല, അങ്ങനെയുള്ള ചിലരുടെ കൈകളിലേക്കൊക്കെ ഈ ഫണ്ട് ചെന്നെത്താൻ സാധ്യതയുമുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ കിട്ടുന്ന പണം വീട്ടിലെ വാഴക്കുല വെട്ടിക്കൊണ്ട് പോവുക, അധികം വരും തേങ്ങ കൊണ്ടുപോയി വിൽക്കുക, അല്ലെങ്കിൽ അത് ആട്ടി എണ്ണയാക്കി വിൽക്കുക. അപ്പം നമ്മുടെ കയ്യിൽ പണം വരും. അതൊന്നും വിദേശ ഫണ്ടല്ല, നമ്മൾ അധ്വാനിച്ച്. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് അവരുടെ ഈ ഓർഗനൈസേഷൻ ചലിപ്പിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ നടത്താനും അവർക്ക് സുഖമായിട്ട് ജീവിക്കാനും ഒക്കെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, സേവന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പല ഈ നമ്മുടെ മറ്റേ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ഇതിൻ്റെ കണക്കുകളൊക്കെ എടുത്തിട്ട് അലക്കാറുണ്ട് പലപ്പോഴും. ഇതിൻ്റെ പല സോഷ്യൽ മീഡിയയിൽ പല വീഡിയോകളും നമ്മൾ നന്നായിട്ട് ചെയ്യുന്ന അതൊക്കെ ഉണ്ട്. അത് കുടുംബങ്ങൾക്ക് അതൊക്കെ അപവാദങ്ങളാണ് രാജേഷ് ജി. വളരെ അല്ല, എല്ലാവരും ഈ ചെയ്യുന്നതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ കാണും. ഞാൻ പറയുന്നത് അതിലോട്ടൊന്നും അല്ല ഞാൻ പോകുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് BJP ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് വലിയൊരു പ്രൊപ്പഗാൻഡ നടത്തുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 2019 ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് വന്നു. അന്ന് ആ വിഷയത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ആരാണ്? കേരളത്തിൽ CPM ആണ്. CPM അത് പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അടുത്തെല്ലാം പറഞ്ഞ് നിങ്ങളെ പൗരത്വം ഇപ്പം നഷ്ടമാവും, എല്ലാത്തിനും അറബിക്കടലിലോട്ട് തള്ളിവിടും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നയാൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അതും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ഡിറ്റൻഷൻ സെൻ്ററുകൾ ഇവിടെ തുടങ്ങാൻ പറ്റില്ല, അതിന് 1 ഇഞ്ച് ഭൂമി തരില്ല, ഫെഡറൽ സംവിധാനമാണ്, ഇത് കേരളമാണ്, എന്തൊക്കെ ഭീഷണി. സത്യം പറഞ്ഞാൽ അതൊക്കെ വെറും വിടുവായത്തങ്ങളാണ്, വെറും വിടുവായത്തങ്ങൾ. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ എന്തായി അവസാനം? CAA ബില്ല് വന്നു, അത് പാസ്സായി, അത് നടപ്പായി, കേരളത്തിൽ ഡിറ്റൻഷൻ സെൻ്ററുകൾ തുടങ്ങി. കേരളത്തിൽ എത്ര മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടമായി? ഒരാളിൻ്റെ പേരെങ്കിലും പറയാൻ കഴിയുമോ? അത് ഇന്ത്യയിലെ ഒരു പൗരനെയും, ഞാൻ പറയണത് മുസ്ലിം എന്നുള്ളതല്ല, ഇന്ത്യയിലെ ഒരു പൗരനെയും ബാധിക്കുന്നൊരു വിഷയമല്ല അത്. ഈ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് രാജ്യം വിഭജിച്ചപ്പോൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അകപ്പെട്ടു പോയ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയിലേക്ക് വന്നാൽ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമമാണ്. ആ നിയമത്തിൻ്റെ അമെൻമെൻ്റാണ്
ഈ 2019 അമിത്ഷാ കൊണ്ടുവന്ന ബില്ല് ഒന്നുകൂടെ ഫിൽട്ടർ ചെയ്യുന്നേ ഉള്ളൂ. ബംഗ്ലാദേശ് വഴി ബംഗാൾ അതിർത്തിയിലൂടെ ഒരുപാട് ഈ പറഞ്ഞ പോലെ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, അവിടുത്തെ കുടിയേറ്റമല്ല, മതപീഡനം സഹിക്ക വയ്യാതെ അഭയാർത്ഥിയായിട്ട് ഓടി വരും. അത് നുഴഞ്ഞു കയറ്റമാണ്. അഭയാർത്ഥികളുമുണ്ട്, നുഴഞ്ഞുകയറ്റക്കാരെ തടയാനുള്ള സംവിധാനം വേറെയുണ്ട്. പക്ഷെ ഈ വരുന്ന ആൾക്കാർക്ക് അവരിവിടുത്തെ പൗരന്മാരല്ല. അപ്പോൾ അവരെ എങ്ങനെ നമ്മൾ പുനരധിവസിപ്പിക്കും? ഈ പറയുന്ന എത്ര കാലം ഈ അഭയാർത്ഥി സ്റ്റാറ്റസ് കൊടുക്കാൻ പറ്റും? നോക്കൂ, രാജ്യം സ്വതന്ത്രമായിട്ട് 10-75 വർഷം കഴിഞ്ഞു. ഇപ്പോഴും അഭയാർത്ഥികളായി കഴിയുന്ന അത്തരം ആൾക്കാരുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് വന്ന, ബംഗ്ലാദേശിൽ പഴയ ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടും അവരെ ഇന്ത്യൻ പൗരന്മാരാക്കി മാറ്റുന്ന ഒരു നടപടിക്രമം, അതിനെ വളച്ചൊടിച്ച് പരമാവധി വർഗീയ വിദ്വേഷം അതിനകത്ത് കലർത്തി, വെറുപ്പിൻ്റെ രാഷ്ട്രീയം കലർത്തി അതിനെ മുതലെടുക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ആളിൻ്റെ പേര് സഖാവ് പിണറായി വിജയൻ എന്നാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ 5 വർഷം കൊണ്ട് എന്തായാലും പിന്നെ മുസ്ലിങ്ങൾക്ക് ബോധമുദിച്ചു. അവർക്ക് മനസ്സിലായി ഇത് നമ്മളെ ബാധിക്കുന്ന നിയമമല്ല. ഈ നരേന്ദ്രമോദി, അമിത്ഷായും ഒന്നും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വേട്ടയാടാൻ വേണ്ടി നടക്കുന്ന അല്ലെങ്കിൽ നടത്തിയ ഒരു ശ്രമമല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ ഈ ന്യൂനപക്ഷ വോട്ട് ഇടതുപക്ഷത്തിന് 2021-ലും 20-ലും ഒക്കെ കിട്ടിയ ഇടതുപക്ഷ വോട്ട് ഷിഫ്റ്റ് ചെയ്ത് നേരെ അങ്ങോട്ടേക്ക് പോയത്, UDF-ലേക്ക് പോയത്. അതിൻ്റെ വേവലാതിയാണ് സഖാവ് പിണറായി വിജയൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആ നഷ്ടം, അതുണ്ടാക്കാൻ പോകുന്ന കെടുതി, ഇതൊക്കെയാണ് LDF-നെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒക്കെ അലട്ടുന്നത്. വലിയ ആശങ്കയിലാണ് അവർ. ഇത്തവണ ആ ഷിഫ്റ്റിംഗ് വീണ്ടും ഉണ്ടാവും. ഇത്തവണ അല്ല, അത് അന്ന് UDF-ലേക്കാണ് പോയതെങ്കിൽ അത് അവർ UDF-ന് ചാൻസ് കൊടുത്തു. അല്ല, അന്ന് LDF-ലേക്കാണ് പോയത്. അല്ല, ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് ഷിഫ്റ്റ് ചെയ്ത് UDF-ലേക്ക് മാറി. അപ്പോഴേക്കും ഇപ്പൊ VD സതീശനൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് SDP നടക്കം വോട്ട് വേണ്ട എന്ന് സതീശൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സമുദായം നോക്കുമ്പോൾ, സമസ്തയായാലും SDP ആയാലും ജമാഅത്ത് ആയാലും അവർ സമുദായം നോക്കുമ്പോൾ ഒരു സമുദായം എന്ന രീതിയിൽ ഈ SDP വോട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് ഞങ്ങളുടെ വോട്ട് വേണ്ടെന്നാണ്. അവർ ഒരുമിച്ചാണ്. പക്ഷെ അതുകൊണ്ടൊന്നും തിരിച്ച് LDF-ലേക്ക് വോട്ട്, അല്ല, LDF-ലേക്ക് എല്ലാ വോട്ട് പോവുക. LDF അവരൊന്ന് മാറി പരീക്ഷിച്ചാലോ? മാറി എങ്ങനെ പരീക്ഷിക്കും? BJP-ലേക്ക് അതിലൊരു 100 പേരുണ്ടെങ്കിൽ ഒരു 20 വോട്ട് BJP-ലേക്ക് വന്നാൽ തന്നെ അല്ല, അത് മറ്റൊരു വിഷയം. അതൊരു ചേഞ്ച് ആണല്ലോ. നമുക്ക് ജനത്തിന്റെ മനസ്സ് നമുക്ക് ചുഴും നോക്കാൻ അല്ല, അതൊക്കെ ശരിയാണ്, അത് ശരിയാണ്. കാരണം അവരെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുക. വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അല്ല, ഇതൊന്നും ഈ താങ്കൾ പറഞ്ഞ ശരിയാണ്. എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ പറ്റും. അതുപോലെ അരിയാഹാരം കഴിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി വിഭാഗം കേരളത്തിലെ അവർക്ക് മനസ്സിലാവും 3 ടേമായിട്ട് കേന്ദ്രത്തിൽ ഒരു പാർട്ടി, ഒരു സർക്കാർ, ഒരു വ്യക്തി പ്രധാനമന്ത്രിയായി ഭരണത്തിലുണ്ടെങ്കിൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും എന്നെ കാക്കാൻ അവരുണ്ട്, എൻ്റെ കുടുംബത്തെ നോക്കാൻ അവരുണ്ട്, അല്ലേ? ഞാൻ പറയുന്ന അത് കുറച്ച് പതുക്കെയാണെങ്കിലും അങ്ങനെ ഒരു ചിന്ത കടന്നു വരുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിനെ മാറ്റിമറിക്കാൻ കഴിയുന്ന ആ ഒരു ആഖ്യാനം. പക്ഷെ ജനത്തിന്റെ മനസ്സ് നമുക്ക് ഇപ്പോഴും അറിയില്ല. അല്ല, ഈ ഇലക്ഷൻ താങ്കൾ പറഞ്ഞ 1% ആ ചിന്ത ഉണ്ടാവും. നമ്മൾ അത്രയും കൂട്ടിയാൽ ആ 1% നാളെ അതൊരു 10% ആകാനും കൂടുതൽ ആകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയം അങ്ങനെയാണ്. അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ വീണ്ടും ഇത്തരം നുണപ്രചാരണങ്ങൾ, വ്യാജ പ്രചാരണങ്ങൾ നടത്താൻ, അത് ലോകത്ത് ഏറ്റവും ഭംഗിയായി നടത്താൻ അറിയുന്ന കൂട്ടർ CPM ആണ്. CPM-നെ പോലെ ഗീബൽസ്യൻ തന്ത്രം, ഈ നുണ, സത്യം ചെരുപ്പിടുമ്പോഴത്തേക്കും ലോകം ചുറ്റി വരുന്ന നുണയുടെ ആ ഒരു വേഗമുണ്ടല്ലോ, അത് ഏറ്റവും ഭംഗിയായിട്ട് അത് ഏറ്റവും ഭംഗിയായിട്ട് മുതലെടുക്കാൻ. പക്ഷേ ഇനി എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല. ഈ സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും ശക്തമാണ്. ഈ ഉണ്ടായ ഷിഫ്റ്റ് UDF-ലേക്ക് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ക്രോഡീകരിച്ചിരിക്കുന്ന ആ ഒരു ഷിഫ്റ്റ് തീർച്ചയായിട്ടും LDF-നൊരു വെല്ലുവിളി തന്നെയാണ്. അതിനി FCRA-യുടെ പേരിലോ CAA-യുടെ പേരിലോ ഒന്നും തിരികെ പിടിക്കാം എന്ന വ്യാമോഹം LDF-നും CPM-നും വിശിഷ്യ സഖാവ് പിണറായി വിജയനും വേണ്ട എന്നുള്ളതാണ് കേരളം പറയുന്നത്.